തിരുവനന്തപുരം മേയറും KSRTC ഡ്രൈവറും തമ്മിലുള്ള തർക്കം പുതിയ തലത്തിലേക്ക്. ഇരുവരും തമ്മിൽ പരസ്പരം വാദപ്രതിവാദങ്ങൾ നടത്തുമ്പോൾ എല്ലാവരും മറന്നുപോയ ഒന്നുണ്ട്. എല്ലാത്തിനും സാക്ഷിയായ ഒരാൾ. ആരാണ് ആ ആൾ? അതെ, തിരുവനന്തപുരം പാളയത്ത് വെച്ചുണ്ടായ ഈ വിഷയം എല്ലാത്തിനും സാക്ഷിയായി ഒരാളുണ്ടായിരുന്നു. ആ KSRTC ബസ്സിലെ ക്യാമറകൾ. 3 ക്യാമറകളാണ് ആ KSRTC ബസ്സിൽ ഉണ്ടായിരുന്നത്. തർക്കത്തിന് സാക്ഷിയായ തിരുവനന്തപുരം സെൻട്രൽ KSRTC ഡിപ്പോയിലെ RPC 101 എന്ന ബസ്സിലാണ് ഈ 3 ക്യാമറകളും ഘടിപ്പിച്ചിട്ടുള്ളത്. മേയർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം ഉത്തരം ആ ക്യാമറ ദൃശ്യങ്ങളിലുണ്ട്. എന്നാൽ പോലീസ് ഈ നിമിഷം വരെ ആ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടില്ല. ആർക്കു വേണ്ടിയാണ്? നിലവിലെ സാഹചര്യത്തിൽ ബസ്സിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ആ ദൃശ്യങ്ങൾ അപ്രത്യക്ഷമായേക്കാം. കാരണം പ്രതിപക്ഷ ഭരണപക്ഷ തർക്കത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. KSRTC അധികൃതരും ഈ ബസ്സിലെ ക്യാമറ ദൃശ്യങ്ങളുടെ കാര്യത്തിൽ നിശബ്ദരാണ്. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ ക്യാമറ സംവിധാനം നടപ്പാക്കിയത്. ബസ്സിന്റെ മുന്നിലും പിന്നിലുമായി ക്യാമറകളുണ്ട്. ബസ്സിലെ യാത്രക്കാരെ ആരാണ് ഇറക്കി വിട്ടതെന്നതിനുള്ള ഉത്തരവും ആ ക്യാമറ ദൃശ്യങ്ങളിലുണ്ട്. ഇവ പരിശോധിച്ചാൽ സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകും. ബസ്സും കാറും തമ്മിൽ റോഡിൽ എത്ര സമയം എത്ര ദൂരം മത്സരിച്ച് ഓടിച്ചു എന്നതിനും വ്യക്തമായ ഉത്തരം ആ ദൃശ്യങ്ങളിലുണ്ട്. എന്നാൽ ആ ദൃശ്യങ്ങളൊന്നും ആരും തന്നെ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. KSRTC താത്കാലിക ഡ്രൈവർ HL യദുവിനെ അന്വേഷണ റിപ്പോർട്ട് വരും മുമ്പേ ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ്. മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് MLAയെയും പിന്തുണച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തിയ സാഹചര്യത്തിൽ ഡ്രൈവർക്കുമേൽ കുറ്റം ചാർത്തി കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണ് KSRTC അധികൃതരും. അശ്ലീല ആംഗ്യം കാണിച്ചെന്നതടക്കം മേയർ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ശരിയാണോ എന്നതിന് തെളിവ് ക്യാമറയിലുണ്ടായിട്ടും പോലീസ് ഇത് പരിശോധിക്കാത്തത് എന്തുകൊണ്ടെന്നാണ് ചോദ്യം ഉയരുന്നത്. അതിനിടെ സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ മാത്രം കേസെടുത്തതിൽ പ്രതിഷേധിച്ച് മാർച്ചുമായി യൂണിയനുകളും യൂത്ത് കോൺഗ്രസും രംഗത്തെത്തി. പോലീസിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു TDF KSRTC ചീഫ് ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കന്റോൺമെൻറ്റ് സ്റ്റേഷനിലേക്കും മാർച്ച് നടത്തിയത്. മേയറുണ്ട് സൂക്ഷിക്കുക എന്ന പോസ്റ്റർ എഴുതി എല്ലാ ബസ്സുകളിലും ഒട്ടിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം. മേയറുണ്ട് ഓവർടേക്കിംഗ് സൂക്ഷിക്കുക എന്ന പോസ്റ്ററാണ് ബസ്സിന് മുന്നിൽ പതിപ്പിച്ചത്. ഒപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡ്രൈവർമാർക്ക് ഉപദേശവും നൽകി. മേയറും കുടുംബവും യാത്ര ചെയ്യുന്ന വാഹനം കണ്ടാൽ വണ്ടി ഒതുക്കിയിട്ട് അവർക്ക് പോകാൻ അവസരം നൽകുക, ഓവർടേക്ക് ചെയ്യരുത്, മേയറും കുടുംബവും സമാധാനമായി സഞ്ചരിക്കട്ടെ, അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ തന്നെ ശമ്പളം ചോദിക്കരുത് എന്നുമാണ് യൂത്ത് കോൺഗ്രസ് നൽകുന്ന ഉപദേശം. മേയറെ പൂർണ്ണമായും പരിഹസിച്ചുകൊണ്ടുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതീകാത്മക സമരം. മേയർക്കെതിരെ ഡ്രൈവർ നൽകിയ പരാതിയിൽ കേസെടുക്കാത്തതിൽ അതിശക്തമായ സമരം നടത്തുമെന്നും മേയറും ഭർത്താവും നടത്തുന്ന റോഡ് ഷോ പ്രതിരോധിക്കുമെന്നും ഡ്രൈവർ യദുവിന് നീതി കിട്ടും വരെ പോരാടുമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. ഒരു പാവം ചെറുപ്പക്കാരനെതിരെ മേയർ ലൈംഗികാതിക്രമം അടക്കമുള്ള കളവാണ് പറയുന്നതെന്നും ഇവർ ആരോപിച്ചു. മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയ്ക്കുമെതിരെ കേസെടുക്കണമെന്ന് KSRTCയിലെ കോൺഗ്രസ് അനുകൂല സംഘടനയായ TDF ആവശ്യപ്പെട്ടു. ദിവസവേതനക്കാരനായ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും അയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്ത നടപടി പാവങ്ങളുടെ മേലുള്ള കുതിര കയറലാണ്. പോലീസിൻ്റെ നീതി നടപ്പാക്കൽ നാടകം ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു വികാരമുണ്ട്. തെറ്റു ചെയ്തവർ സംരക്ഷിക്കപ്പെടുമെന്നും അധികാരം ഉള്ളവർ രക്ഷപ്പെടാൻ നിയമത്തിൻ്റെ പഴുതുകൾ കണ്ടെത്തി കൊടുക്കുന്ന ദല്ലാൾമാരാണ് പോലീസ് എന്നുമുള്ള ചിന്തയാണ് ജനങ്ങൾക്കുള്ളതെന്നും TDF ആരോപിച്ചു.